നമ്മുടെ വീടുകളിൽ വൈഫൈ നെറ്റ്വർക്ക് കിട്ടാത്ത പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടല്ലോ, അവർക്കുള്ള ഒരു വീഡിയോ ആണിത്. ഞാനൊരു ചെറിയൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുക, കാരണം ഞാനത് നന്നായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം പ്രത്യേകിച്ച് എൻ്റെ ഇൻറ്റേർണൽ വോൾസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 60യുടെ വോളുകളൊക്കെയാണ്, പഴയ വോളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിലാണ് എൻ്റെ മോഡം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മോഡം ത്തിൽ നിന്ന് ഇവിടെ ഈ ഇപ്പോൾ ഫ്രണ്ട് ഏരിയയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കോ നെറ്റ്വർക്ക് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനിടയിൽ TP-Link ഒരു ടെതർ, അങ്ങനെന്തോ അതിൻ്റെ പേര്, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷെ അതിലും ഞാൻ കംപ്ലീറ്റ്ലി എന്താ പറയുക, എനിക്കതിലൊന്നും ശരിക്കും ഡിസ്കണക്റ്റ് ആയി, എന്താ പറയുക, കീപ് ഡിസ്കണക്റ്റിങ് നടന്നുകൊണ്ടിരിക്കുക. അതൊരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എനിക്ക്. അപ്പം അങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മെക്കോയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു മെഷാണിത്, ബെക്കോ മെഷ്. TP-Linkൻ്റെ തന്നെ പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് 3 മെഷ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. കാരണം എൻ്റെ വീട് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തണം, പിന്നെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് 5800 ഫീറ്റ് സ്ക്വയർ, അതായത് 540 മീറ്റർ സ്ക്വയർ ഏരിയ ഇത് കവർ ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. എനിവേ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പം എനിക്ക് ഈ ഒരു ഏരിയ, ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആയിരുന്നു, തീരെ നെറ്റ്വർക്ക് കിട്ടാത്തൊരു ഏരിയ ആയിരുന്നു. പക്ഷെ ഞാനിവിടെ ഓഫീസ് സെറ്റപ്പ് ചെയ്തതും ഇവിടെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഏരിയയിൽ ഓഫീസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഇത് തന്നെയായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ്ലി നമ്മളൊരു ഫാമിലി ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഓഫീസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവില്ല. പക്ഷേ ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി എനിക്കത് എന്താ പറയുക, യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഫുൾ നെറ്റ്വർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു സംഭവം പറയുന്ന ഡെക്കോ AX1800 എന്നാണ് ഇതിൻ്റെ പേര്. Wi-Fi 6. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രീവിയസ് വേർഷൻസ് ഉണ്ട്, 5, 4 അങ്ങനത്തെ 1-2 വേർഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ 1800, 1600 ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി റേറ്റ് കുറവാണ്. മീൻസ് ചെറിയൊരു സ്പേസിലേക്ക് എല്ലാ ആളുകൾക്കാണെങ്കിൽ അതും യൂസ് ചെയ്യാം. റേറ്റ് അതിനനുസരിച്ച് കുറവുണ്ടല്ലോ. ഞാനിത് ലേറ്റസ്റ്റ് വാങ്ങാൻ കാരണം വേറൊന്നുമല്ല, കാരണം ഇത് നെറ്റ്വർക്ക് വലിയൊരു പ്രശ്നമാണ് ഇവിടെ. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ ഒരു എന്താ പ്രീവിയസ് വേർഷൻ എടുത്തതിന് പ്രശ്നമാവണ്ട എന്നുള്ളതിൽ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എടുത്തുന്നുള്ളൂ. പക്ഷേ എനിവേ ഐ എം ഹാപ്പി റൈറ്റ് നൗ. അപ്പം അതാണ് സംഭവം. പിന്നെ നമുക്കിതൊന്ന് എന്താ പറയുക, ഓപ്പൺ ഓൾറെഡി ചെയ്താണ്. ഞാനിത് എന്തൊക്കെയുണ്ടെന്നുള്ള പ്രോഡക്റ്റൊക്കെ, എന്തൊക്കെ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സംഭവം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ ടെതർ ആപ്പ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. അതുപോലുള്ള ഒരു ഡെക്കോ എന്ന് പറയുന്ന ഒരു ആപ്പാന്ന് തോന്നുന്നു, ഡെക്കോ എന്നുള്ള അതിൻ്റെ പേര് വരുന്നത്, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, ഡെക്കോ. ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരെണ്ണം നമ്മളുടെ മോഡമായിട്ട് നമ്മുടെ എന്താ പറയുക, ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് മീൻസ് വയർ കണക്ഷൻ നൽകിയതിന് ശേഷം ബാക്കി 2 നമ്മളുടെ ഓരോ സ്പോട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻ ബിറ്റ്വീൻ കണക്ട് ആവും. പിന്നെ ഓൾ ഓവർ ഏരിയ നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്കിന് നമുക്കൊരു പേരും വൈഫൈ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെക്യൂറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിലേക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം നോക്കാം. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, പിന്നെ ഒരു സേഫ് സൈഡ് എന്ന രീതിയിലാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ പുറത്തെ കവർ നമ്മൾ അഴിക്കുമ്പോൾ അതിനുള്ളിൽ മറ്റൊരു ബോക്സിലായിട്ടാണ് നമ്മുടെ ഈ മെഷ് ഇരിക്കുന്നത്. അപ്പം വളരെ സേഫാണ് എന്തായാലും നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഈ 3 മെഷുകളാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. ഇതിപ്പം എടുക്കുമ്പോൾ തന്നെ വളരെ ഒരു എന്താ പറയുക, ഒരു ഡിസൈനിങ് വളരെ രസമായിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു പെർഫെക്ഷൻ ഉണ്ട് ആ ഒരു മെഷീന്. ഇതിന് പിറകിലുള്ളത് 2 നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പോർട്ടും, അത് ഡാറ്റ കേബിളിൻ്റെ പോർട്ടും, പിന്നെ ഒരു ചാർജിങ് പോർട്ടും ആണുള്ളത്. താഴത്തായിട്ട് ഒരു ബോക്സ് കാണുന്നുണ്ട്. ഒരു പക്ഷേ അതിൽ നമ്മളുടെ നോർമലി കാണുന്നത് പോലെ വല്ല ചാർജിങ് കേബിളുകളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കണം. നമുക്ക് നോക്കാം. യെസ്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ചാർജിങ് കേബിളുകളാണ്. പക്ഷെ നമുക്ക് 3 ഉള്ളത്. ഞാനൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം 3 എന്താ പറയുക, ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് 3 ചാർജിങ് പ്ലഗുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെ, അത് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഒരു ഡാറ്റ കേബിളാണ്. ഡാറ്റ കേബിൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെഷ് നമ്മളുടെ മോഡമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റ കേബിളുമാണ്. ഇനി നമ്മുടെ ഈ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ മെഷും ഓരോ ലൊക്കേഷനിൽ നമ്മൾ ചാർജ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ബ്ലൂ കളറിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളറായിരിക്കും. ബ്ലൂ കളർ ആകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്കെല്ലാം ചാർജിങ്ങിന് വേണ്ടി ഓരോ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി വെക്കാം.
ഇനി നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മളുടെ മെയിൻ മെഷ് നമ്മൾ ഓൾറെഡി നമ്മളുടെ മോഡവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ബൈ കേബിൾ. അപ്പോൾ ആ മെഷ് നമ്മളുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കണക്ട് ചെയ്യുന്നതോട് കൂടി നമ്മുടെ എല്ലാ മെഷുകളും എന്താ പറയുക, എല്ലാ മെഷുകളും ആക്റ്റീവ് ആവും. അതോടുകൂടി നമുക്ക് നമ്മുടെ എല്ലാ ഏരിയകളിലും പോയി കഴിഞ്ഞാലും നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അതായത് എൻ്റെ ഓഫീസ്, എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയയിൽ. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഒരു മെഷ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ നെറ്റ്വർക്ക് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഫുൾ കവറേജ് നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. സോ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, വേഗം വാങ്ങിക്കോളൂ. ഇത് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്.